വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്കം, അതായത് ഫലം എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ 3 കാർഡ് എടുത്തിരിക്കുകയാണ്. ഇനി ഓരോ കാർഡ് റിവീൽ ചെയ്ത് നോക്കാം എന്താണ് വന്നിരിക്കുന്നതെന്ന്. ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് എനർജി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 6 ഓഫ് സോർട്സ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ദ വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്ന ഒരു കംപ്ലീഷൻ്റെ കാർഡാണ്. അതായത് വളരെ സന്തോഷവും സമൃദ്ധിയും ഉള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫൊക്കെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് തന്നെ പോകുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു വിജയം ആണ് കാണിക്കുന്നത്. ആ റിലേഷൻഷിപ്പിൽ ഒന്നും പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് വന്ന് അതിൻ്റെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരിക്കുന്നത് 6 ഓഫ് സോർട്സ് ആണ്. അതായത് കാണിക്കുന്നത് എന്തോ പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വിട്ടിട്ട് മുന്നോട്ട് പോയി നിങ്ങളൊരു നല്ല കുടുംബജീവിതം നയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങളില്ലാതെ ഇല്ല, ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എല്ലാം വെളിയിൽ വന്ന് മുന്നോട്ട് പോയി ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് 6 ഓഫ് സോർട്സ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് എന്ന ഔട്ട്കം എല്ലാം നിങ്ങൾ ഒരു പുതിയതായിട്ട് കൊണ്ടുപോവുകയാണ്. നല്ല പാഷനോടെ, നല്ല എനർജി ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് രണ്ടുപേരും ചേർന്ന് ആഗ്രഹിക്കുന്നത്. അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നില്ല. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ അതിനെ എടുക്കാവുന്നതാണ്. അതായത് രണ്ടുപേർക്കും നല്ല ഒരു എനർജിയാണ് ഈ ലൈഫ് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. മിഡിലൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടായിരുന്നത് അതെല്ലാം വിട്ടിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.